അംവാലുക്കും വല ഔലാദുക്കും, രണ്ടനുഗ്രഹങ്ങൾ നിങ്ങളെ ചതിക്കും, മറപ്പിക്കും. ഒന്ന് സമ്പത്താണ്. എത്രയോ ശരിയാണ്. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരണം, ഇബാദത്തുമായി ബന്ധപ്പെടണമെന്ന് പറയുമ്പോ പലരും പറയുന്ന ഒരു മറുപടി ഉണ്ട്. സാധേ ളുഹർ നിസ്കരിക്കാൻ ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കാൻ പോണമെന്ന് ആഗ്രഹമുണ്ട്, അസ്ർ നമസ്കരിക്കാൻ പോണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആ സമയത്താണ് എന്റെ കടയിൽ കുറച്ച് കസ്റ്റമർ വരുന്നത്. ആ സമയത്ത് ഞാൻ നിസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഈ കസ്റ്റമർ പോവില്ലേ? ചിലപ്പോ നിങ്ങൾ നിസ്കരിക്കാതെ കച്ചവടം ചെയ്യുമ്പോ 10,000 രൂപ കിട്ടിയേക്കാം. ഇനി നിസ്കരിക്കാൻ വന്ന് ഇമാമും ജമാഅത്തുമായി നിസ്കരിച്ചിട്ട് തിരിച്ചു ചെല്ലുമ്പോ ആ കച്ചവടത്തിലൂടെ നിങ്ങൾക്ക് ചിലപ്പോ 1000 കിട്ടുള്ളായിരിക്കും. എന്നാൽ ഒന്ന് ഓർത്തോ, ആ നിസ്കരിക്കാതെ ഉണ്ടാക്കിയ 10,000-ന് 1000-ന്റെ പവർ തരാൻ അള്ളാഹുവിന് കഴിയും. ഇനി നിങ്ങൾ നിസ്കരിച്ചിട്ട് തിരിച്ചു വന്നുണ്ടാക്കിയ 1000-ന് 10,000-ന്റെ പവർ തരാൻ ഉടമസ്ഥനായ പടച്ചോന് കഴിയൂലേ? കാരണം 10,000-വും കിട്ടി, 1000-വും കിട്ടി. 1000-ൽ അള്ളാഹു ബറക്കത്ത് ചെയ്താൽ അത് 10,000-ന്റെ പവറിലേക്ക് പോകും. പക്ഷെ ആ 10,000 കിട്ടി, ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയാൽ പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് ഇബാദത്ത് മറന്ന് സമ്പത്ത് ഉണ്ടാക്കരുത്. ഇബാദത്തോടുകൂടി സമ്പത്ത് ഉണ്ടാക്കുക, അതിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യും.